പണ്ട് ലണ്ടൻ ബ്രിഡ്ജ് സിനിമ കണ്ടപ്പോഴത്തേക്കും മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹമാണ് ലണ്ടനിൽ വന്നൊന്ന് സെറ്റിൽ ആവണമെന്ന്. എന്തായാലും ആ ആഗ്രഹം പോലെ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെ ഇവിടെ എത്തിയതിനു ശേഷമാണ് ആ കണ്ടതല്ല ഈ കാണുന്നതാണ് യഥാർത്ഥമായുള്ള ലണ്ടൻ എന്ന് മനസ്സിലാക്കാൻ എനിക്ക് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. വന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം തന്നെ ജോലിക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മനസ്സിലായ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു UK വന്നതിന് ശേഷമുള്ള ഓരോ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. ഏജൻസി ത്രൂ യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടനിൽ അഡ്മിഷൻ എടുത്ത് വിസ ഇന്റർവ്യൂസ് എല്ലാം കഴിഞ്ഞ് നേരെ UK എത്തിയത് ആദ്യം ഭയങ്കര എക്സൈറ്റ്മെന്റും ഒപ്പം നാട്ടിലെല്ലാം വിട്ടു നിൽക്കുന്നതിനും പിന്നെ പെപ്പേനെ 10 മാസത്തിൽ വിട്ടോണ്ട് വന്നതിന്റെ വിഷമമായിരുന്നു. ആദ്യത്തെ സ്ട്രഗ്ലിംഗ് പീരീഡ് ചെറുതൊന്നും അല്ലായിരുന്നു. വന്നിറങ്ങി പറഞ്ഞു വെച്ചിരുന്ന അക്കോമഡേഷന് വരെ വേറെ ഏതൊരു അക്കോമഡേഷനിൽ കൊണ്ടാക്കി ഒരാഴ്ച ഇവിടെയാണ് നിൽക്കേണ്ടതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വന്നതിന്റെ ആദ്യത്തെ മൂടങ്ങ് പോയി. അത് കഴിഞ്ഞ് അവിടെ താമസിക്കുന്ന അക്കോമഡേഷന്റെ അനുഭവ കഥകളും കൂടെ കേട്ടപ്പോഴത്തേക്ക് കുതാഗവ. എന്തായാലും ആ കേട്ട പ്രശ്നങ്ങൾ ഞാനും നേരിടേണ്ടി വരും എന്ന് ജന്മത്ത് പോലും പ്രതീക്ഷിക്കാത്ത എനിക്ക് 8ന്റെ പണി അടുത്ത അക്കോമഡേഷനിൽ കിട്ടി. 2 ദിവസം കഴിഞ്ഞപ്പോൾ അക്കോമഡേഷൻ പറഞ്ഞു വെച്ച സ്ഥലത്തോട്ട് മാറ്റി കഴിഞ്ഞപ്പോൾ തുടങ്ങിയ ട്വിസ്റ്റുകളുടെ എണ്ണം കൂടുതലാണ്. എന്തായാലും UK വന്ന് പറ്റിക്കപ്പെട്ടവരുടെയും കഷ്ടപ്പെട്ടവരുടെയും കഥകളുടെ കൂടി ഇരിക്കട്ടെ എന്റെ കഥകളും. അപ്പോൾ അടുത്ത പാട്ട് നെക്സ്റ്റ് വീഡിയോയിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.